ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പം നമുക്കിന്ന് ഒരു നോമ്പ് മുറിച്ചലുണ്ട്, നോമ്പ് തുറക്കാൻ പോകണം. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ ചീനിയാണ് കൊടുക്കുന്നത്. ചീനിയും കുറച്ച് മീൻ കറിയും വെച്ച് വെക്കാമായിരുന്നു കേട്ടോ. അവിടെയൊക്കെ പോയി വന്നാലും ചിലപ്പോൾ നമുക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കണം തോന്നുകയാണെങ്കിലോ അപ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് ചീനി വാങ്ങിക്കണ്ടോ, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചീനിയൊക്കെ വാങ്ങി അത് അതിൻ്റെ ഇടയ്ക്കാണ് മീൻ സീഡി മീനാണ് കേട്ടോ കിട്ടീനത്. അപ്പോൾ സീഡി മീനൊന്ന് നന്നാക്കി കേക്കിയൊക്കെ വെച്ചിക്കണ്. ഞയ്ക്ക് നമുക്കൊന്ന് അരച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചും കാണ്ടാട്ട വെക്കണത്. എന്നാലുള്ളൂ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കറി ഒഴിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ സീഡിയൊക്കെ മുറിച്ച് ഞാൻ ചെറുതാക്കി മുറിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൽ നിന്ന് 2 കഷ്ണം മാറ്റി വെച്ചിരിക്കണ് പൊരിച്ചിട്ടൊന്നും ആരും തിന്നൊന്നുമില്ല, എന്നാലും 2 കഷ്ണം മാറ്റി വെച്ചിരിക്കണ്. അപ്പം അതിൽ അരപ്പാണ് കേട്ടോ. അത് അരച്ച് കൊണ്ടുവരട്ടെയെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു തക്കാളിയും 2 പച്ചമുളകും കൂടി കീറിയിട്ട് നമുക്ക് അരപ്പും ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അത് അടുപ്പത്താക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ചീനി തൊലി കളയാനൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ നൂഹക്കുട്ടിക്ക് ഇന്ന് സ്കൂളില്ല, അവൾ പരീക്ഷയാണ്. നാളെയും കൂടി ഉള്ളൂ. നാളത്തെ പരീക്ഷയും കൂടിയും കഴിഞ്ഞാൽ സ്കൂൾ പൂട്ടും കേട്ടോ. അപ്പോൾ ഓളും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വായിച്ചും കൊണ്ടും ഒക്കെ നടക്കണ്. നമ്മളെവിടെ നിൽക്കണമെന്ന് വെച്ചെങ്കിൽ അവിടെ വായിച്ചാൽ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെ വായിച്ചെന്ന് വെച്ചെങ്കിൽ അവിടെ ചെന്ന് ഇരിക്കണം. അല്ലാതെ ഒറ്റയ്ക്ക് വായിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വലിച്ച് ചെന്ന് നോക്കാനൊന്നും സമയം കിട്ടൂലല്ലോ ഈ അടുക്കളയിലേക്ക് കഴിയാതെ. അപ്പോൾ പിന്നെ അടുക്കളയിലേക്ക് വന്നപ്പോൾ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ സെറ്റാക്കി ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഉപ്പൊക്കെ ഇട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കറി എത്ര കണ്ട് വേണമെന്നൊക്കെ നോക്കി അതിനനുസരിച്ചൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരെയും നോമ്പൊക്കെ? മഴയൊക്കെ ഉണ്ടോ? സുഖമല്ലേ? പിന്നെ കുട്ടികൾക്കൊക്കെ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ? എല്ലാവർക്കും കൊടുത്തോ? കുട്ടികൾക്ക് ഒറ്റക്കല്ല, വലിയവർക്കും വേണമല്ലോ അല്ലേ? പെരുന്നാളാകുമ്പോൾ നമുക്കൊരു നെയ്റ്റിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്താണെങ്കിലും നെയ്റ്റിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ഇതില്ലല്ലോ. അപ്പം അതങ്ങനെ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പം നൂഹക്കുട്ടി ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളെ മീനൊക്കെ കറി അടുപ്പത്ത് വെച്ച് തിളച്ചിക്കണമെങ്കിൽ അതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. മീനും ഇട്ടിട്ട് അതവിടെ കടന്ന് വേട്ടെ കണ്ടോ. ഇത്ര മീനേ ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. 3 കഷ്ണേ ഉള്ളൂ. പിന്നെ നോമ്പ് മുറിച്ചൊക്കെ കഴിഞ്ഞാൽ വന്നാൽ നമുക്ക് ചിലപ്പോൾ ഒന്നും വേണ്ടി വരില്ല. വേണമെങ്കിലും വേണ്ടെങ്കിലും 2 കഷ്ണം പൊരിച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കൂടെ അങ്ങനെ വായിച്ച് നടക്കേണ്ടി വരും കേട്ടോ. നൂഹക്കുട്ടി നമുക്ക് അങ്ങോട്ട് തിരിയുമ്പോൾ അവിടെ ഉണ്ടാവും ചോദ്യം ചോദിച്ചും കൊണ്ടും, അതിന് നമ്മൾ പറഞ്ഞു കൊടുത്തും കൊണ്ടും, ഇങ്ങോട്ട് തിരിയുമ്പോൾ അവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമുക്ക് ധൃതി പിടിച്ച പണിയാണെന്നെങ്കിൽ കയ്യിലേറെ പഠിപ്പ് നല്ലോണം വന്ന സമയക്കാരം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കറി അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചീനി ഒന്ന് തൊലി പൊളിച്ചാൽ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ഒന്ന് കഴുകി ഒക്കെ അടുപ്പത്ത് വെക്കാം. അപ്പോൾ ചീനി തൊലി ഒളിച്ചാൽ നിന്നപ്പോൾ ആ തിണ്ണയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. ഇരുന്നാണ് ഇനി അടുത്ത വായന. അപ്പം നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലോണം മണ്ണൊക്കെ കളഞ്ഞിട്ട് വേണം ഇത് കൊത്തി നുറുക്കി അങ്ങനെ വെക്കുകയാണ്. പിന്നെ പാൽക്കപ്പയൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ എപ്പോഴേലൊക്കെ ഉണ്ടാക്കാം. ഇത് സാധാ നമ്മൾ കുത്തി ഉടച്ചിങ്ങാണ്ട് വെക്കണ പോലെ ഉണ്ടാക്കിയേക്കാണ്. മീൻ കറിയൊക്കെ ഒഴിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? നോമ്പൊക്കെ എങ്ങനെ പോണ്? എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സുഖമല്ലേ? കഴിഞ്ഞു പറഞ്ഞ് കഴിഞ്ഞു, നോമ്പ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെ അപ്പുറത്തുനിന്ന് മുത്തമ്മ മരിച്ച 40 അപ്പോൾ അവിടെ നിന്ന് നോമ്പ് തുറക്കലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് കൊത്തി അരിയലൊക്കെ കഴിഞ്ഞു. കൊത്തി അരിയല തൊലി കളയൽ കഴിഞ്ഞു. ഇനി നമുക്കിത് കൊത്തി അരിയണമെങ്കിൽ ആദ്യം നല്ലോണം മണ്ണൊക്കെ ഒന്ന് കളയണം. അപ്പോൾ അങ്ങനെ കളഞ്ഞുങ്ങാണ്ട് പിന്നെ വേണം നമുക്കിത് കൊത്തി അരിയാൻ കേട്ടോ. ചെറുതാക്കി കൊത്തി അരിയണം. പെട്ടെന്ന് വേകണ
ചീനി തന്നെയാണ് കേട്ടോ, പെട്ടെന്ന് വെന്തു. നല്ല പൊടിയുള്ള ഒരു ചീനിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ തിണ്ടുമ്മ കയറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. നാളെയും കൂടെ ഉള്ളു പരീക്ഷ. അത് കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് എല്ലാവരും ദുആർക്കുക. അപ്പം ഇനി നമ്മളെ ഡ്രസ്സ് നൂഹക്കുട്ടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നൂഹക്കുട്ടി ഓരോരുത്തരത് ഇങ്ങനെ എടുത്ത് കാണിച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് എൻ്റെ വാപ്പിയുടെ ഉടുപ്പാണ് കേട്ടോ. വാപ്പിയുടെ ഉടുപ്പ് എന്ന് വെച്ചാൽ ഒരു പിങ്ക് കളർ ഉടുപ്പാണ്. അപ്പം നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം അല്ലേ. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഉടുപ്പാണ്. ഒരു വൈറ്റ് ഉടുപ്പ് ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഒരു ബ്രൗൺ ഉടുപ്പ് സെക്കൻഡ് ഇടുന്നതാണ്. ഞാൻ പെരുന്നാളിന് നിങ്ങൾക്ക് എന്തായാലും ഇട്ട് കാണിക്കുന്നതാണ്. അപ്പം അങ്ങനെ. അപ്പം ഇതും കൂടി എല്ലാം കൂടെ നമുക്കൊരു കസേര മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ ഉടുപ്പാണ്. ഉമ്മയുടെ ഉടുപ്പ് പച്ച കളറാണ് കേട്ടോ. ഒരു പച്ച ഉടുപ്പിൻ്റെ ഡിസൈന് കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ കൗത്തിൻ്റെ അതിലത്രേ ഉള്ളൂ. ഫ്രണ്ടിൽ ഇങ്ങനെ ഫുള്ളും വർക്കാണ് കേട്ടോ. അതാ ഇങ്ങനെ. ഷാളിൽ കുറേ പൂവുകൾ അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ പാൻറ്റിൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലല്ലോ. പാൻറ്റ് നമ്മൾ അടിയിടുമ്പോൾ കാണൂല. അപ്പം അങ്ങനെ. അപ്പം എൻ്റെ ഉടുപ്പിൻ്റെ നേരെ മേളിൽ ഉമ്മയുടെയും കൂടെ മാറ്റി വെക്കുന്നുണ്ട്. ഷാള് ഞാൻ കാണിച്ചു തരാം. ഷാള് ഇങ്ങനത്തെ ഒരു ഷാളാണ് കേട്ടോ. പൂവിൻ്റെ ഇങ്ങനെ വിടർത്തിയ അത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് എൻ്റെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഉടുപ്പൊക്കെ ഇട്ട് കുളി കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ ചോറുന്നായിരിക്കുമ്പോൾ അതിനകത്ത് ആവുമെന്ന് വിചാരിച്ച് വേറൊരു ഉടുപ്പ് തയ്ച്ചാണ്. അപ്പോൾ ഈ ഉടുപ്പാണ് എൻ്റെ ഉമ്മി തയ്ച്ചാണ്. എങ്ങനെയുണ്ട് ഗായ്സ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ്. ഞാൻ ഇന്ന് വരെ കരയുമായിരുന്നു ഈ ഉടുപ്പിടണം. കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ എനിക്ക് വേറെ ഉടുപ്പിട്ട് തന്നു. ഈ ഉടുപ്പിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി അതിടാത്തതുകൊണ്ട്. പെരുന്നാളിന് ഇതാണെന്നും പറഞ്ഞ് വെച്ചേക്കുവാണ്. ഇന്ന് ഡെക്കറേറ്റ് ഒന്നും ഇല്ല കേട്ടോ. വെറും ഒരു പച്ച കളർ, അതും കൂടി നമ്മൾ മാറ്റി വെച്ചിട്ട്. ഇത് നമ്മൾ മീഷോ എന്ന് വാങ്ങിച്ചാണ്. എൻ്റെ ഉമ്മയ്ക്കും വാപ്പിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പാണ് കേട്ടോ. ഇന്ന് കൈയില്ല എന്നും പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട കേട്ടോ. ഇന്ന് ഷാളുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ചെറിയ ഉടുപ്പാണ്. വയറൊന്നും കാണൂല കേട്ടോ. അതെ, സിബൊന്നുമില്ല. ഇത് അലാസ്റ്റിക്കാണ് നടുക്ക് കേട്ടോ. ഇതാ ഇങ്ങനത്തെ ഒരു ഉടുപ്പാണ്. നമ്മുടെ ഷോൾഡറും മറിഞ്ഞ് കാണൂല. നമ്മുടെ പുക്കിളിൻ്റെ അടി വരെ കാണും. പിന്നെ പലാസ പാൻ്റാണ് കേട്ടോ. പിങ്ക് തന്നെയാണ് എല്ലാം. പിന്നെ ഡിസൈൻ മാത്രമേ ഉള്ളൂ കുറച്ച് ഡാർക്കായിട്ടുള്ള. പിന്നെ പറയാൻ വിട്ടുപോയതാണ്, എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഷാൾ. ഇങ്ങനെയല്ല കേട്ടോ ഇടുന്നത്. ഞാൻ ചുമ്മാ ഷോയ്ക്ക് വേണ്ടി ഇട്ടതാണ്. ഇത് നമ്മൾ മടക്കിയിട്ട് ഇങ്ങനെ തോളിൽ ഇട്ടിട്ട് നമ്മുടെ ഇങ്ങനെ ഓണത്തിനിടില്ലേ, അതേപോലെയാണ് ഇടുന്നത്. ഇതാ കാണിച്ചു തരാം. ഞാൻ മടക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ഇടുന്നത്. ആ ഉടുപ്പും പാൻറ്റും ഇട്ടിട്ട് ലാസ്റ്റ് ഇങ്ങനെയാണ് ഇടുന്നത്. ഞാൻ കളിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ പൊക്കി കെട്ടിയ മുടി. അതുകൊണ്ട് ആരും ഒന്നും കളിയാക്കരുത് കേട്ടോ. ഇനി ബാക്കി ഉമ്മി പറയും. അപ്പം അങ്ങനെ നമ്മൾ ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ? എല്ലാവരും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഡ്രസ്സൊക്കെ. പിന്നെ നമ്മളെ ചീനി അടുപ്പത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. ചീനി നുറുക്കിങ്ങാണ്ടാണ് പിന്നെ ഡ്രസ്സ് കാണിച്ചാൽ നിന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചീനി അവിടെ കടന്ന് വേകട്ടെ. പിന്നെ ഞാൻ അസറ് നിസ്കരിച്ച് വന്നപ്പോഴത്തേന് ചീനിയൊക്കെ വെന്തീനു കേട്ടോ. കുറച്ച് വൈകിയാണ്ടാണ് നിസ്കരിച്ചതൊക്കെ. വൈകിയെന്ന് പറഞ്ഞാൽ 4:30 4:45 ആയപ്പോൾ ആണ് കേട്ടോ നിസ്കരിച്ചാനൊക്കെ നിന്നത്. അപ്പത്തിന്